ലവ് റോസി എന്ന് പറഞ്ഞ മൂവി കുറച്ച് നമ്മൾ ഇമോഷണലി ബ്രേക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിലെ ക്യാരക്ടേഴ്സ് ഭയങ്കര റിയലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. റോസി എന്ന് പറയുന്ന ക്യാരക്ടർ എപ്പോഴും നമ്മുടെ ക്ലോസ് ടു ഹാർട്ടായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും. റോസിയും അലക്സും ക്ലാസ്മേറ്റ്സാണ്. അതുപോലെ തന്നെ ഇവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സുമാണ്. ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. അപ്പോൾ ഇവരുടെ സ്കൂളിലെ ഒരു ഡാൻസ് പ്രോഗ്രാമിൻ്റെ സമയത്ത് റോസിയും അലക്സും കൂടി ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോസി പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അലക്സ് നേരത്തെ അവൻ്റെ ക്ലാസ്സിലെ ബെത്തനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് ഡാൻസ് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തു. അപ്പോൾ നേരെ റോസി ഗ്രിഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ക്ലാസ്സിലെ തന്നെ ഒരു ചെക്കനുമായിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നു. അങ്ങനെ ഹോട്ടലിൽ വെച്ച് ഡാൻസ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഗ്രിഗും റോസിയുമായിട്ട് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു. ഈ സമയത്ത് ഗ്രിഗിൻ്റെ കോണ്ടം നമ്മുടെ റോസിയുടെ വചനയ്ക്കുള്ളിൽ ബ്ലോക്കാവുന്നു. അതിനുശേഷം അവൾക്ക് എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ. ഗ്രിഗ് ആണെങ്കിൽ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇവൾ ആരെ വിളിക്കണം, എന്ത് ചെയ്യണം എന്നറിയാതെ അലക്സിനെ വിളിച്ചു. നേരെ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ഒരു മെയിൽ നേഴ്സ് അവളുടെ കോണ്ടം റിമൂവ് ചെയ്യുന്നു. ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അലക്സ് ആണെങ്കിൽ ഒരു സ്കോളർഷിപ്പ് കിട്ടി പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. റോസി ആണെങ്കിൽ അവിടെ അടുത്ത് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവൾക്ക് പീരീഡ്സ് മിസ്സായ സമയത്ത് ഇവൾ ഒരു ഷോപ്പിൽ ചെല്ലുകയാണ്. ഇതുപോലെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു, നീ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ, ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾ ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ഇവൾ അറിയുന്നത് ഇവൾ പ്രഗ്നൻ്റ് ആയി എന്നുള്ള കാര്യം. ഇത് ആരോട് പറയും, എങ്ങനെയാണ് ഇത് മറ്റുള്ളവരെ അറിയിക്കുക? കാരണം ഗ്രിഗാണ് ഇവളുടെ കുട്ടിയുടെ അച്ഛനെന്ന് ഇവൾക്ക് അറിയാം. പക്ഷേ ഇത് അലക്സിനോട് എങ്ങനെ പറയും? കാരണം അലക്സ് ഈ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ സ്കോളർഷിപ്പൊക്കെ കളഞ്ഞിട്ട് ഇവളുടെ കൂടെ തന്നെ നിൽക്കും. അത് ഇവൻ്റെ വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടാവും, എല്ലാവർക്കും ബുദ്ധിമുട്ടാവും എന്നവൾ തീരുമാനിക്കും. അങ്ങനെ അവൾ ഇത് ആരോടും പറയില്ല. ഇത് ഇവളും ആ മെഡിക്കൽ സ്റ്റോറിലെ സ്റ്റാഫും മാത്രം അറിഞ്ഞു. അതിനുശേഷം ഇവൾ തീരുമാനിക്കും എന്തായാലും അബോർട്ട് ചെയ്യില്ല, കുട്ടീനെ പ്രസവിച്ചിട്ട് ആർക്കെങ്കിലും കൊടുക്കാമെന്ന്. അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്ത് പ്രസവം കഴിഞ്ഞ് കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ ഇവൾക്ക് അവളുടെ കുട്ടീനെ കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൾ കുട്ടീനെ വളർത്തുന്നു. ഇതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് ഈ കഥയിലെ റിയൽ സ്റ്റോറി എന്ന് പറയുന്നത്. ഇതാണ് ഈ മൂവിയുടെ കഥ. നല്ല ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. എന്തായാലും കണ്ടു നോക്കൂ.